ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം ഞാനൊരു സാധാരണ കാര്യം പറയാനുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയണത്, ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഏത് രീതിയിൽ പറയണമെന്ന് നോക്കുക. ആ രീതി ഞാൻ പറയണത് ഈ റെക്കോർഡ് ചെയ്യണതിൽ വരില്ല, എന്നാലും കുറച്ചൊക്കെ വരും. ഞാൻ നിങ്ങൾ ഉപയോഗിക്കണ വിഡ്ഢിത്തത്തിൻ്റെ ഒരു ലാംഗ്വേജ് ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് ഉപയോഗിക്കണമെന്ന് പറയണം. ഞാൻ പോസിറ്റീവും നെഗറ്റീവിനെ കുറിച്ച് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ 2 വാക്കുകൾ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് ഞാൻ പണ്ടേ തൊട്ട് പറഞ്ഞുകൊണ്ട് പല സ്ഥലത്തും ഞാൻ അത് പ്രസ്താവിച്ചിട്ടുണ്ട്. അങ്ങനെ 2 സാധനം ഇല്ല. വരണത് സ്ട്രോങ്ങും വീക്കാണ്. ഞാൻ അങ്ങനെ പറയുള്ളൂ. പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും ഞാൻ ഒരിക്കലും പറയില്ല. സ്ട്രോങ്ങും വീക്കും എന്ന് പറയാം. അത് ഞാൻ പറഞ്ഞിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയണത്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ വിഡ്ഢിത്തവും വിവരത്തിൻ്റെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ലാംഗ്വേജ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കുക. അല്ലാണ്ട് ഗൂണ്ടുകളും ഹിന്ദിക്കാരും ഇതൊന്നും ഗുഡ്കിയും കഴിച്ച് നടക്കണവർ, സോഷ്യൽ വാക്കുകൾ പറഞ്ഞ് നടക്കണവർ അത് പറയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് കറക്റ്റായിരിക്കും, വെറുതേക്കൊന്നും പറയില്ല. ഞാൻ എന്താ പറയണേ, ഞാൻ എപ്പോഴെങ്കിലും ഇപ്പം ഞാൻ മെറ്റീരിയലിസ്റ്റിക് നേച്ചറില്ല. അപ്പോൾ മൊബൈൽ കൊണ്ട് ഞാൻ പുറത്തേക്ക് പോവില്ല. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ അനാവശ്യത്തിനാണെങ്കിലും, നിങ്ങൾ ശരിയാണെന്ന് വിചാരിച്ചിട്ട് ശരിക്കുള്ള കാര്യം കോടതിന്നുള്ളത് കൊണ്ട് പറഞ്ഞിട്ട് വേറെ ഏത് രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങളായിട്ടായിരുന്നു കൂട്ടി വാങ്ങുന്നതാണ്. അപ്പോൾ ഞാൻ മെറ്റീരിയലിസ്റ്റിക് നേച്ചറില്ല. എനിക്കറിയാം എന്തിനാ അങ്ങനെ ആവശ്യമില്ല എന്നുള്ള രീതി എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും. എന്നുവെച്ചാൽ ഞാൻ മുഖം പിടിക്കണ ശരിക്കുള്ള സ്നേഹത്തോടെ ക്ഷണിച്ച് വരുന്നത് അതാണിത്. ഇപ്പം ഞാൻ ഡ്രസ്സ് മാറണ കാര്യം ഞാൻ പറഞ്ഞു ഇപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ. അപ്പം നമുക്ക് പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെ പറയണം. അപ്പം ഞാൻ നമുക്കെന്ന് പറഞ്ഞത് കുറച്ച് വേറെ രീതിയിലാണ് പറഞ്ഞത്. അപ്പം മനസ്സിലാവും അതൊരു വഴങ്ങിയ പറയണേ. അപ്പോൾ അതിൽ ശക്തിയുണ്ട്. ഇപ്പം എന്താ പറയണതിൽ, അപ്പോൾ ഞാൻ പറയാം, അതിലേക്കൊക്കെ വരാം, ഹിസ്റ്ററീനെ കുറിച്ച്. അപ്പോൾ ഞാൻ പറയാം, ഇപ്പം എവിടെയാണെങ്കിലും ഇപ്പോൾ ഏത് ബിൽഡിങ്ങിൽ എന്ത് തരം ഞാൻ മുമ്പ് പറയുന്നുണ്ട്, ചെറിയ ആദിവാസികളാണെങ്കിലും ഏത് തരം ഡ്രസ്സ് ഇട്ടാണ്, അത് അവരുടെ ഭാര്യമാർ എന്ത് തരം ഡ്രസ്സ് ഇട്ടാണ്, അവരെന്ത് സംസാരിക്കണോ, എന്ത് തരം സംഭാഷണമാണ്. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഇതുള്ളവർ കുറേ ബിൽഡിങ്സിലുണ്ടാവും. ചിലർ ഓവർനൈറ്റ് ചെയ്യണവരുണ്ടാവും, ചിലർ വർക്ക് ഫ്രം ഹോം ചെയ്യണവരുണ്ടോ, ചിലർ നുണ പറഞ്ഞ് പുറത്ത് പോയി എന്ന് പറയണവരുണ്ടോ, ചിലവർ സത്യം പറയണവരുണ്ടോ. അതൊന്നും ഞാൻ ചിന്തിക്കണില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ, നന്നായേ കൊള്ളാം, നന്നായില്ലെങ്കിലും കൊള്ളാം. അപ്പോൾ അതൊക്കെ ഞാൻ ഉൾച്ചേർത്ത് പറയുന്നുണ്ട്. അപ്പോൾ കേൾക്കണവർക്കും കൊള്ളാം, ഓഡിയോ കേൾക്കാൻ ഇഷ്ടമുള്ളവർ, അപ്പോൾ കേൾക്കണവർക്ക് വ്യൂസ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇപ്പോൾ വെളുത്ത ആദിവാസികളാണോ, ചെറിയ ആദിവാസികളാണോ, ഏത് തരം ലാംഗ്വേജ് സംസാരിക്കണവരാണ്, മലയാളം കുറേ രീതിയിൽ സംസാരിക്കണവരുണ്ട്. അതിൻ്റെയൊക്കെ ഹിസ്റ്ററിയിലോട്ട് ഞാൻ കുറച്ച് രീതിയിൽ ഉള്ളടക്കം പറയണുള്ളൂ. എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനത്തെ കണ്ടീഷൻസ് ഉള്ളവരെ വരണം, അതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതൊക്കെ വീട്ടിൽ എങ്ങനെയുള്ള പിള്ളേരാണ്, ഇതൊക്കെയാണ് നടക്കണത്, എന്തൊക്കെയാണ്, എവിടെയാണ്, അല്ലെങ്കിൽ അപ്പോൾ വിചാരിക്കും നിങ്ങൾ ഉദ്ദേശിച്ച പറയണതാണ്. അല്ലെങ്കിൽ എവിടെയൊക്കെ എന്തൊക്കെ കറികൾ, എന്തൊക്കെ വ്യത്യാസം, ഫുഡ് കഴിക്കണതിൻ്റെ വ്യത്യാസം, അല്ലെങ്കിൽ എന്തൊക്കെ ഇവിടെ നടക്കണം, അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ദൂരെ പോകണമെന്നില്ല. ഇപ്പോൾ ബ്രസീൽ, അമേരിക്ക, ഹോങ്കോങ്, അതാണ് മെറ്റീരിയലിസ്റ്റിക് നേച്ചറിനെ ഞാൻ ആശ്രയിക്കണില്ലാന്ന് നശിച്ചു പോകണമെങ്കിൽ. ഇപ്പോൾ നേച്ചർ അവിടെ ഒന്നും ഇല്ലെങ്കിൽ, മെറ്റീരിയലിസ്റ്റിക് നേച്ചർ ഒന്നും ഇല്ലെങ്കിൽ നേച്ചർ ഇപ്പോൾ ചൈന ആണെങ്കിലും അല്ലെങ്കിൽ ഏത് സ്ഥലമാണെങ്കിലും, ഓസ്ട്രേലിയ ആണെങ്കിലും അന്റാർട്ടിക്ക ആണെങ്കിലും പെൻഗ്വിൻസ്, അതിൻ്റെയൊക്കെ ഒരു ഘടന എങ്ങനെയാണ്, ജപ്പാൻ സുനാമി വരുന്ന സ്ഥലം, അല്ലെങ്കിൽ അമേരിക്ക, അതൊക്കെ ഓരോ സ്ഥലം മനസ്സിലാക്കുക. ആരൊക്കെ എന്തൊക്കെ ഏത് രൂപമാണ് എന്തൊക്കെയാണ് മനസ്സിലാക്കാനുള്ള ശക്തി ഉണ്ട്. അത് കണ്ണിൻ്റെ കുളിർമ അപ്പം തന്നെ കിട്ടും. അല്ലാണ്ട് അവിടെ ചെന്ന് പോയി കാണണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അല്ലെങ്കിൽ ഇവിടെ ഏത് സ്ഥലത്താണ്, ഗ്രീക്കാണെങ്കിലും നോർവേ ആണെങ്കിലും എല്ലാത്തിനും ഒരു ഘടനയല്ലേ. അല്ലെങ്കിൽ അതിൻ്റെ അവിടുത്തെ കൾച്ചറും എനിക്ക് അവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആ എക്സ്പോഷർ ഉണ്ടല്ലോ, അതൊരു അറിയാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും, ആ നമ്പ്നെസ്. ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകണമെന്നില്ല. ഇപ്പോൾ ഞാൻ ഇംഗ്ലണ്ടിൽ പോയി, അപ്പോൾ അവിടെ എങ്ങനെയാണ് അവിടുത്തെ ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ വേറെ തരം മഴക്കാലമുള്ള ഫോറസ്റ്റോ, അപ്പോൾ അവിടുത്തെ ഒരു കട്ടി ടൈപ്പുള്ള ക്ലൈമറ്റോ, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഇവിടെ ഇരുന്ന് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയുള്ള കൾച്ചറാണ്. അവിടെ കുറേ ടെററിസ്റ്റ് ഗ്രൂപ്പ്സൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ ഇരിക്കണം. അമേരിക്കയിലാണെങ്കിൽ കുറച്ച് ഡീസൻ്റ് ഉള്ളവരെ കാണാൻ തോന്നുമെങ്കിലും അവർ ഉള്ളിലൊക്കെ ഗൺസ് പിടിച്ച് നടക്കണവരും കുറ്റവാളികളായ ടീനേജേഴ്സൊക്കെ ഉണ്ട്, മക്കളൊക്കെ. അപ്പോൾ
തോക്കൊക്കെ പിടിച്ച് നടക്കണവർ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ നടക്കണം. എനിക്ക് അവിടെ ചെന്ന് കാണേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് കുളിർമ കിട്ടാതെ മനസ്സിലാക്കാം. അതിന് കുറേ നമ്മൾ മനസ്സിലാക്കണം എന്നില്ല. അപ്പോൾ അത് ഞാൻ പറയാം, ഒരു ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നല്ല സ്നേഹത്തോടെ പറയണം, പ്ലസൻ്റായിട്ട് പറയണം. അയാളുടെ ഹിന്ദിക്കാരായിട്ടൊരു ബന്ധമല്ലേ അവിടെ. എൻ്റെ ഡാഡിയുമായി മലയാളികളാണ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ നിങ്ങൾ ഇവരൊക്കെ വേറെ ഏതോ വിഡ്ഢികളെ സ്വപ്നം കാണുന്നത്, ഗുഡ്ക കഴിച്ച് നടക്കണവർ, സൂക്ഷിച്ച വാക്കുകൾ പറഞ്ഞ് നടക്കണവർ. അപ്പോൾ ഞാൻ പറയണ രീതിക്കും അത് ഞാൻ ഇടപെടാതെ പറയണേ. പിന്നെന്താ പറയണേ, ഇത് പണ്ട് നിങ്ങൾ ബ്രിട്ടീഷുകാർ വന്നു, അതൊക്കെ നിങ്ങൾ വെഡിത്തം പറച്ചിൽ നിർത്തും. നിങ്ങളെ പറച്ചിൽ കേട്ടാൽ തന്നെ അറിയാം വെഡിത്താണ്. ബ്രിട്ടീഷുകാർ വന്നു അവരൊക്കെ നമ്മളെ പുറത്താക്കി, അങ്ങനെയാണ് അങ്ങനെ. അവർ 16th century തൊട്ടൊക്കെ വന്നിട്ടുള്ളൂ. അവർക്ക് ഇവിടെ വലിയ മാറ്റം സംഭവിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ജസ്റ്റ് കുറേ ബിൽഡിങ്സ് ഉണ്ടാക്കി. അവരൊക്കെ കുറേ കൂടി നോർത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ തെലുഗു സൈഡിലൊക്കെ ഇപ്പോൾ യാക്കോബ് എന്നൊക്കെ പറയുന്നത് ഇസ്രായേൽക്കാർ കുറേ ഒരു 1st centuryയിലും 2nd centuryയിലും 5th centuryയിലും 19th century വരെ ഇവിടെ നിന്ന് പോണ വരെ ഈ ജൂവിഷ് ആൾക്കാർ, ഇസ്രായേൽക്കാർ, യഹൂദിയർ ഇവിടെ ഉണ്ടായിരുന്നു. കേരളയ്ക്കാണ് പ്രത്യേകിച്ച് വന്നത്. ഷിപ്പ് കയറി ഈ അങ്ങേയറ്റം കോസ്റ്റൽ ലാൻഡ് ഇവിടെ വന്ന് എത്തിയതാണ്. അപ്പോൾ ഇവിടുത്തെ സ്ഥലവും അവിടുത്തെ ഇപ്പോൾ നമ്മൾ കേരളം കാണുമ്പോൾ സ്ഥലമാണ്, ബിൽഡിങ്സ് ഉള്ള പോലെയല്ല, ഒരു സ്ഥലം കണ്ട മനസ്സിലാവും ഒരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ കേരളയുടെ ക്ലൈമറ്റും അതുകൊണ്ട് തന്നെ അവർ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ് ജർമ്മനിയിലുള്ള ആളാന്ന് തോന്നുന്നു. ജർമ്മനിയിലുള്ള ആൾ പറഞ്ഞിരിക്കുന്നത്, ജർമ്മനിയിലുള്ള ആൾക്കറിയാം അന്ന് തൊട്ട് ബ്രിട്ടീഷുകാർ വന്നൊന്നല്ല, ജർമ്മനിയിലുള്ള അറിയാം. എന്താണെന്ന് വെച്ചാൽ ഇത് പണ്ട് ജൂവിഷ് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. 1st centuryക്കും യേശുള്ള കാലസമയത്ത് ഇവിടെ യുദ്ധം നടക്കേണ്ടത് ഗ്രീക്കിലും ക്രൊയേഷ്യ അവിടെ ഷിപ്പുകളിലൊക്കെ എത്ര യാത്ര ചെയ്തിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ അന്നും BC-യിലും ബിഫോർ ക്രൈസ്റ്റും എല്ലാ സമയത്തും ഇവിടെ ജൂവിഷ് ആൾക്കാർ, ഇസ്രായേൽക്കാർ അവരുടെ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നുണ്ട്. അവരുടെ കുറച്ച് സ്വർണ്ണമുടിയും വെളുപ്പ് എന്നല്ല പറയേണ്ടത്, ഒരു ഗോൾഡൻ ടൈപ്പ് കളറാണ്. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് ജൂവിഷ് ആൾക്കാർ, ഇവിടുത്തെ കറുത്ത ഉയരം കുറഞ്ഞ ആദിവാസികളാണ്. മലയാളം സംസാരിക്കുന്ന രീതി വന്ന് വളരെ പ്രിമിറ്റീവാണ്. എഴുതണ രീതിയൊക്കെ വ്യത്യാസമുണ്ട്. ഇവിടുത്തെ പ്രിൻ്റായിട്ട് രീതിയും അതൊന്നുമല്ല. അപ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കണം, കുളിർമ അല്ലാണ്ട് ബ്രിട്ടീഷുകാർ വന്ന് ചെറിയൊരു അറിവല്ല വേണ്ടത്. അപ്പോൾ ഞാൻ സിനിമയൊന്നും കണ്ട് മനസ്സിലാക്കണ്ടല്ലോ. അപ്പം അന്ന് ജൂവിഷ് ആൾക്കാർ വന്ന് അവിടുത്തെ മ്യൂസിക്കും അതൊക്കെ മാറുന്നുണ്ട്. മലയാളികൾ ആദിവാസികളെ കല്യാണം കഴിച്ച സംഭവം ഇവിടെ മലയാളം പറഞ്ഞ് അവർ പല രീതിയിൽ യാക്കോബിൻ്റെ കാര്യം എക്സാമ്പിളൊക്കെ ഉണ്ട് ബൈബിളിലും. ഫേം സ്റ്റാൻഡ് ഇസ്രായേൽ വേർഡ്സ് ഞാൻ കുറച്ച് പഠിക്കുന്നുണ്ട്. അരമായിക്ക് ഭാഷ, ഹീബ്രു വരണതിന് മുമ്പ്. ഈ ഹീബ്രു ഭാഷ വരുന്നത് ജർമ്മനിയിലൊക്കെ കുറേ കുടിയേറി പാർത്തിട്ട് അങ്ങനെ ഹിറ്റ്ലർ റോമൻ കാത്തലിക്കിൻ്റെ സ്ഥലത്ത് അവിടുന്ന് ഹീബ്രു ലാംഗ്വേജ് മാറി വരുന്നതാണ്. ഇസ്രായേൽക്കാർ അവിടെ കുറേ പോയി, അവരുടെ വേഷവിധാനമൊക്കെ മാറി ഇത് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നാട്ടിൽ കേരളത്തിൽ കേരളപുരം അവിടെ വരണ കൊച്ചി, ട്രാവൻകൂർ, അവിടെ കണ്ണൂരൊക്കെ ജൂവിഷ് ആൾക്കാർ വന്ന് മലയാളികളായിട്ട് അങ്ങനെയാണ് ഉയരത്തിലുള്ള വെളുത്ത കണ്ണൊക്കെ കുറച്ച് വിടർന്ന് അങ്ങനെയുള്ള ഒരു മലയാളികൾ വരുന്നത്. മലയാളം അവർ പറയും, മലയാളം പഠിച്ച് പതുക്കെ അവരുടെ ലാംഗ്വേജ് വന്ന ആദിവാസികളുടെ മലയാളം രീതിയിൽ പ്രിമിറ്റീവ് ലാംഗ്വേജ് മാറി വഴങ്ങി വേറെ രീതിയിലൊരു ഇസ്രായേൽ രീതിയിലുള്ള ലാംഗ്വേജിൽ വന്ന് മുഖമൊക്കെ വിടർന്ന് ഉയരം കിട്ടുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇസ്രായേൽക്കാർ മലയാളികളായിട്ട് സംഭവം ചെയ്യുന്ന കല്യാണമൊക്കെ ആയിട്ട് അങ്ങനെ 1st century, 2nd century, 3rd century, 4th centuryയിൽ പിന്നെ 1st century തോമസൊക്കെ വന്ന് ജൂവിഷ് മലയാളികൾ, ഇസ്രായേലിനെ കൊണ്ടല്ല ഇവിടെയുള്ള മലയാളികൾ ജൂവിഷ് ഇസ്രായേൽക്കാർ തന്നെയാണ്. അവർ മലയാളികൾ ക്രിസ്ത്യാനികളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ ജീൻസ് അവരുടെ കയ്യിലുണ്ട്. ഇസ്രായേൽ ജീൻസ് എന്നല്ല പറയാം, മലയാളത്തിൽ എന്താ പറയുക, ജനതികം മലയാളത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നതാണ്. ഇപ്പോൾ അത് പണ്ട് തൊട്ട് 888 എന്ന് എഴുതിയ യേശുവിടെ നമ്പർ, അല്ലെങ്കിൽ അത് ഇപ്പോഴത്തേക്ക് വന്നതാണ്. 26 എന്നുള്ളത് സെക്കൻഡ് കമ്മിങ്, അത് യഹോവയുടെ നമ്പറൊക്കെ വരണം. ആ രീതി വരുന്നതാണ്. അതിപ്പോൾ ഞങ്ങൾ കണ്ടു. ആണ് ഹിന്ദിക്കാരായിട്ട് ബന്ധമല്ല, ഇത് ജൂവിഷ്, മലയാളി, നമ്പൂതിരി, ക്രിസ്ത്യൻ ഡിസെൻഡൻ്റായിട്ട് വരുന്നത്. അതുകൊണ്ട് അങ്ങനെ കുറേ പേര് ഇപ്പോൾ അവർ സംസാരിക്കുക, ഇടയ്ക്കിടയ്ക്ക് മലയാളികളൊക്കെ സംസാരിക്കില്ലേ, ആദിവാസി പ്രിമിറ്റീവ് മലയാളികളോട് ചോദിക്കും, അവരുടെ മലയാളം കുറച്ച് പ്രിമിറ്റീവ്. അവർ ചോദിക്കും
അവരുടെ ആരമായിക്ക് ഭാഷ ആയിരിക്കട്ടെ, യാക്കോബ് ഇങ്ങനെ കല്ലുമ കിടന്ന് ഇങ്ങനെ അവരുടെ ആരമായിക്ക് ഭാഷ പറയും, ഇങ്ങനെ കല്ലുമ ഇങ്ങനെ കോണി എന്താ പറയുക ഇവിടെ അവരുടെ കോണി, ഞാൻ ഇസ്രായേൽ വേർഡ് കണ്ടിട്ട്. അപ്പോൾ അവർ കോണി, ഗോവണി, ഏണി, മാലാഖമാർക്ക് അറിയും ബൈബിളിൽ. അവർ ബൈബിൾ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടാണ് പിന്നെ ക്രിസ്ത്യാനികളും തോമസൊക്കെ വന്ന് ചേഞ്ചായി ജൂയിഷ് മലയാളികൾ വരുന്നത്. അപ്പോൾ അങ്ങനെ കോണിക്ക അവരുടെ പ്രിമിറ്റീവ് എഴുതണ രീതിയിൽ ഈ മലയാളം എഴുതി വന്ന നിക്ക എന്ന് പറഞ്ഞത് നിക്ക. അപ്പോൾ അങ്ങനത്തെ സ്റ്റാൻഡ് ഫേം, ബൈബിളിൽ സ്റ്റാൻഡ് ഫേം എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡ് ഫേം, അപ്പോൾ ഹോം ഷുഡ് ബി ബിൽഡ് ഓൺ എ ഫേം ലാൻഡ്. അതുപോലെ മനസ്സിൽ അടിത്തട്ടിൽ കിടക്കുന്ന വചനങ്ങൾ ഫേം ലാൻഡ്, എന്താ പറയുക, ഫേം ലാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫേം ബേസിൽ പണിയണം എന്നുള്ള കാണിക്കുന്നതാണ്. അപ്പോൾ അത് സ്റ്റാൻഡ് നിക്ക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ വരെ കോനിക്ക. അപ്പോൾ ബ്രിട്ടീഷുകാരൊക്കെ വന്നിട്ട് ഇംഗ്ലീഷ് ലിപിയിലേക്ക് മാറ്റുള്ളൂ. ഡൻ എന്ന് പറഞ്ഞ പ്രത്യേക അർത്ഥമില്ല, കോനിക്കാട്, നിക്കാട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് മലയാളം ലാംഗ്വേജിന് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നതാണ് ഇസ്രായേൽ ഇവരൊക്കെ വന്നിട്ട് 19th സെഞ്ച്വറിയിൽ പോണ വരെ. അപ്പോൾ അത് പറഞ്ഞു. അതുപോലെ യേശുവ എന്ന് പറയുന്നത് ഇവിടെ ആദിവാസികളും കുരുട്ട് മോന്തകളും ജീവനില്ലാത്തത് ആരാധിക്കണം, അവർ വിചാരിക്കണം. അതൊക്കെ മാറേണ്ട സമയമായി. നശ്വരമായ സ്ത്രീകളെയോ നശ്വരമായ ഹ്യൂമൻസിനെയോ നശ്വരമായ മൃഗങ്ങളെ ആരാധിക്കാൻ പാടില്ല. ഒരു ഹിന്ദിക്കാരോ ഒന്നും പറയില്ല. ഹിന്ദിക്കാരല്ല ഇസ്രായേൽക്കാരെന്ന് ഇവിടെ ഇസ്രായേലിൽ നിന്ന് വന്ന് ഇവിടെ നാട്ടിലേക്ക് വന്ന് 1st സെഞ്ച്വറിയിലും BC-യിലും 2000 മുമ്പൊക്കെ 2000 ഇയേഴ്സ് മുമ്പ്, അതിന് BC-ക്ക് വന്നത്. അപ്പോൾ ഇസ്രായേൽക്കാർക്ക് പ്രത്യേകത ഉണ്ട്. അവരുടെ ഡ്രസ്സ് വിധാനം, യഹൂദിയ എന്ന് പറയുമ്പോൾ കുറേ അത്ഭുതങ്ങളുണ്ടായി. അത് കറക്റ്റ് കാര്യങ്ങളാണ്. നമ്മൾ ശരിക്കും അത് ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ, പക്ഷെ അത് കറക്റ്റായിട്ട് ഉണ്ടായ കാര്യമാണ്. അത് ഉണ്ടാവേണ്ട സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അത് അന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകതയാണെന്ന് വിചാരിക്കാം. പ്രതിഭാസം എന്നൊക്കെ നിങ്ങൾ പറയും. അപ്പോൾ പിന്നെ അതിൽ യേശുവ എന്ന് പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾ കുരുട്ട് ബുദ്ധികൾ പറയും. അത് നിങ്ങളുടെ സങ്കോചിതമായ മനസ്ഥിതിയാണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കണല്ലേ. നിങ്ങൾ കുഴിച്ചടക്കണം ബേ എന്ന് പറഞ്ഞ് നടക്കണ പോലെ അങ്ങനെയല്ല കുറ്റം പറയണ രീതി നോക്ക്. അങ്ങനെയല്ല, നിങ്ങൾ മാറ്, കുഴിയിൽ ചാടരുത്. നിങ്ങളുടെ ലാംഗ്വേജ് പറയും കുഴിയിൽ ചാടുമെന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്നത് ആദിവാസി രീതിയിൽ കുരുട്ട് ജീവനില്ലാത്ത നശ്വരമായ സ്ത്രീകളെ, നശ്വര ഹ്യൂമൻസിനെയും നശ്വര മൃഗങ്ങളെ ആരാധിച്ച് പറയുന്നതാണ്. അത് ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കില്ല. അല്ലെങ്കിൽ നിങ്ങളോട് എനിക്ക് സ്നേഹത്തോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്, നിങ്ങളോട് സ്നേഹത്തോട് ഷെയ്ക്കൻഡ് തരേണ്ട ആവശ്യമുണ്ട്. നിങ്ങളായിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളാണ് കളവ്, നിങ്ങൾക്കായിരുന്നു കൂട്ടി വാങ്ങുന്നത്, നിങ്ങളുടെ ജീവഹാനി നിങ്ങളായിരുന്നു കൂട്ടി വാങ്ങുന്നത് അല്ലേ. അത് മാറ്റാനേ പറയണേ. അത് മാറാൻ തയ്യാറല്ലേ? നശ്വരമായ സ്ത്രീനെയും നശ്വര ഹ്യൂമൻസിനെയും നശ്വര മൃഗങ്ങളെയും ഞങ്ങൾ ആരാധിച്ചിരിക്കണം. യേശുവയുടെ ക്യാരക്ടർ വളരെ വ്യത്യാസമുണ്ട്. നിങ്ങൾ വെച്ച് കൃഷ്ണ ഭഗവാൻ അങ്ങനെ അവർ എല്ലാം ഞാൻ പറയാം, അത് ഇപ്പം എല്ലാം പറയാം. അത് മനസ്സിലാക്കാൻ അറിയാമല്ലോ, പറഞ്ഞു കേട്ടിട്ടും വായിച്ച് മനസ്സിലാക്കാത്തവരെ കേട്ടറിയാനാണ്. ഇത് നല്ല സദ്വചനങ്ങൾ ഞാൻ പറഞ്ഞു, സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ. മുസ്ലിംസിന് ആരും ക്രിസ്ത്യാനിറ്റി ആയിട്ടില്ല. അവർ പ്രത്യേക ബുള്ള എന്ന് പറഞ്ഞിട്ട് അവരുടെ കുപ്പൻ അവർ എന്താ അതുകൂടി പറയാം. കുപ്പൻ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ബുദ്ധി ലേശമില്ല, ബുദ്ധി ഇല്ലാത്ത ഇതിനെ ഉണ്ടാക്കി വെച്ചേക്കണത്. അരുന്ന് കൂട്ടി വാങ്ങണവർ, അതിൻ്റെ ബാക്കിയുള്ളവരെ കൊണ്ട് അരുന്ന് കൂട്ടി വാങ്ങിപ്പിക്കും. അങ്ങനെയാണ് ഒരു എക്സാമ്പിൾ, ചെറിയ എക്സാമ്പിളേ ഉള്ളൂ. എപ്പോഴും ഗാസ ഇതാണെങ്കിലും പലസ്തീനാണെങ്കിലും ഇപ്പോൾ എന്നിട്ട് ഒരു സ്ഥലം ഉണ്ടല്ലോ യമനാണെങ്കിലും ഈ ഹുദിയല്ല എന്നിട്ടാണ് മറ്റേ പുതിയത് പേര് മറന്നില്ല, ഗാസയുടെ ബോർഡറിൽ കിടക്കണ ഹമാസ് ഈ മുസ്ലിംസ് തന്നെയാണ്. ഈ മുസ്ലിംസാണ് യഹൂദിയരെ കൊണ്ട് ഇവർക്കായി വേണ്ടിയായിരുന്നു കൂട്ടി വാങ്ങണം. ഇവരുടെ ഗാസ തന്നെ ഇവരുടെ മുസ്ലിംസിനെ കൊണ്ടായിരുന്നു കൂട്ടി വാങ്ങിപ്പിക്കണം. ആ ബുദ്ധിയില്ലായ്മ നിർത്ത്. നിങ്ങളുടെ ഉമ്മയ്ക്കും കുപ്പയ്ക്കൊക്കെ നല്ല ഭംഗിയുണ്ടോ, പക്ഷെ ബുദ്ധി ലേശമില്ലാത്തൊക്കെ കണ്ട് ആയിരുന്നു കൂട്ടി വാങ്ങണം. ബുദ്ധിയില്ലാത്ത പുള്ളാന്ന് നടക്കണവരാണ്. യഹോവ എന്ന് പറയുന്നത് അതല്ല, ഒരു സബ്റ്റിൽ അല്ല സ്ട്രോങ് വേയിൽ അവർ സംസാരിക്കുന്ന പേഴ്സണാലിറ്റി. അത് മനസ്സിലാക്കുക. മുസ്ലിംസിനും ക്രിസ്ത്യാനിറ്റി അതൊക്കെ എത്ര വർഷം പറഞ്ഞിട്ടുണ്ട്. മുസ്ലിംസിനും ക്രിസ്ത്യാനിറ്റി അത് ഞാൻ ഉൾച്ചേർത്ത പറയണം, എല്ലാവർക്കും സമാധാനമായിട്ട് പീസ്ഫുള്ളായിട്ട് വരുന്നു. എന്നുവെച്ചാൽ മുസ്ലിംസിന് ബുദ്ധി മാറ്റിയിട്ട് നേർവഴിക്ക് വരാനാണ് പറയണത് അല്ലേ, സ്ട്രെങ്ത് ആയിട്ട്. അപ്പോൾ അരുന്ന് കൂട്ടി വാങ്ങൽ കുറയും. ഗാസയ്ക്ക് വേണ്ടി അരുന്ന് കൂട്ടി വാങ്ങുന്നത് മുസ്ലിംസ് തന്നെയാണ്. യമനും ഖത്തറിനും വേണ്ടി അരുന്ന് കൂട്ടി വാങ്ങുന്നത് ഈ ഹമാസ് തന്നെയാണ്. ഹൂദിയ എന്നിട്ടാണോ. അപ്പോൾ
ആ അപ്പോൾ യഹൂദിയ എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. യഹോവ എന്ന് പറയുമ്പോൾ സബ്റ്റിൽ, അതിലൊരു അർത്ഥവത്തായിട്ട് അങ്ങനെ വരണവരാണ് അവർ. അല്ല ബുള്ള എന്ന് പറഞ്ഞ് ബുദ്ധിയില്ലായ്മയിലല്ല വരണേ. അപ്പം നിങ്ങളുടെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അത് മാറാൻ ശ്രമിക്കുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു 9 മിനിറ്റ് പറഞ്ഞത് കുറച്ച് കൂടുതൽ പറഞ്ഞപ്പോൾ ഇന്ന് രാവിലെ 9 മിനിറ്റ് പറഞ്ഞത് കുറച്ച് കൂടുതൽ തോന്നി. പക്ഷേ മെച്യൂരിറ്റിയുള്ള കാര്യങ്ങളാണ് പറയണത്. ഇതിപ്പോൾ 15 മിനിറ്റായി, പക്ഷേ അതിൽ കുറേ അതൊന്നും അടങ്ങിയിട്ടില്ല. അപ്പോൾ കുറേ അടങ്ങിയിട്ടെന്നല്ല, അധികം ഉൾച്ചേർത്ത് പറഞ്ഞിട്ടില്ല. അത് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ 20 മിനിറ്റോളം സംസാരിച്ചാലും അതിൽ കാര്യമുണ്ടെന്ന് പറയും. അപ്പോൾ അത് പറയാം. അപ്പോൾ ഓഡിയോ കേൾക്കണവർക്ക് ഇഷ്ടമാവും. അപ്പോൾ അത് പറഞ്ഞ് അത്ര വ്യൂസ് കിട്ടണില്ലെങ്കിലും പിന്നെ അപ്പോൾ അങ്ങനെയുള്ള യമനും ഖത്തറിനും ഗാസിക്കൊക്കെ മുസ്ലിംസിനായിരുന്നു കൂട്ടി വാങ്ങിപ്പിക്കണേ. അപ്പോൾ യഹോവ എന്ന് പറയുന്നത് സബ്റ്റൽ നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണ് യേശുവ മുതലെടുക്കുന്നത്. കാലകാലം തൊട്ട് അന്നേ തൊട്ട് എഴുതി വച്ചിരിക്കുന്നത്, യുഗങ്ങൾക്ക് മുമ്പും അതുപോലെ വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു ഘടന വന്നത്. അപ്പോൾ യേശുവയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയും. യേശു നല്ല പണമുള്ള, ഇപ്പോൾ ഇവിടെ ഞാൻ ജനിച്ച പോലെ പണമുള്ള വീട്ടിലാണ് ജനിച്ചേക്കണം. നല്ല പണക്കാരാണ് അവർ. എന്നുവെച്ചാൽ അന്നത്തെ സമയത്ത് ഇപ്പോഴത്തെ തന്നെ ചെറിയ, അന്ന് നമ്മൾ ഇന്ത്യയിലെ ചെറിയൊരു ഒരു എണ്ണയാണ്, അതിനൊക്കെ എത്ര മൂല്യമാണ്. അപ്പോൾ അന്നത്തെ ദിനാറ് അതിനൊക്കെ നല്ല മൂല്യമാണ്. അപ്പോൾ അത്ര വലിയ അതിന് പണക്കാർ തന്നെ പറയാം അവർ. ഇപ്പോൾ അവർ മരപ്പണിക്കാരാണെങ്കിലും എന്താണെങ്കിലും നല്ല പണമുള്ള വീട്ടിൽ നിന്ന്, പണമുള്ള ഒരു ജനത, ജനറ്റിക് വലിയുന്ന ഈ വംശാവലിന്ന് പറയണേ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ആ ഒരു പറയണ രീതി യേശുവ എന്ന് പറയുന്നത് പണമുള്ള വീട്ടിലാണെങ്കിലും ആ വെറുതെ ഇറങ്ങി നടക്കണ പോലെയല്ല. ജോലി കുറച്ച് ചെയ്ത് 30 വയസ്സിൽ മുങ്ങി നിവർന്ന് ബാപ്റ്റിസ്റ്റ് ചെയ്ത് ഒരു പ്രത്യേകത ഉണ്ട്. അല്ലാണ്ട് ജീവനില്ലാത്തതിനെ ആരാധിക്കുന്നതല്ല, കുരുട്ട് ബുദ്ധിയല്ല. അപ്പോൾ അത് മാറി നശ്വരമായ സ്ത്രീകളെയും നശ്വര ഹ്യൂമൻസിനെയും നശ്വര മൃഗങ്ങളെ ആരാധിക്കണല്ലേ. അപ്പോൾ എത്ര ഇതാണെങ്കിലും അവർക്ക് എഴുതി വെച്ചിരിക്കണ പോലെ സംഭവിക്കാൻ 3.5 വർഷം പബ്ലിക് ലൈഫ് ഇറങ്ങാണ്. എന്നുവെച്ചാൽ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ടയേർഡാകുമ്പോൾ ലവിലും ഏർപ്പെടുന്നുണ്ട്. പക്ഷെ അതിൽ കുറ്റം പറച്ചിലില്ല, ശോഷിച്ച വാക്കുകൾ പറയണല്ലേ. കുട്ക കഴിച്ച് പറയണില്ല. അതിൽ എന്താ പറയാനില്ലേ, എത്ര പണമുള്ള വീടാണെങ്കിലും ഒരു മൂത്തവനാണ്, കടിഞ്ഞൂലാണ്. അതുകൊണ്ട് കന്യകയല്ല ഞങ്ങൾക്ക് വേണ്ടി പ്രസവിപ്പില്ല, കന്യകയല്ല ഞങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് വെച്ചാണ്. അത് മനസ്സിലാക്കാൻ പഠിക്കും. അത് ഞാൻ പറയാം. കന്യകയെന്ന് എന്താ പറഞ്ഞാൽ കന്യകയെന്ന കടിഞ്ഞൂലുണ്ടാവുള്ളൂ. കടിഞ്ഞൂലെന്ന് പറയുന്നത് മൂത്തവൻ എന്ന് പറയുന്നത്. കടിഞ്ഞൂലെന്ന് പറയുന്നത് 7 മക്കളുണ്ടായില്ല. 7 മക്കളുണ്ടായി കഴിഞ്ഞിട്ട് കടിഞ്ഞൂലെന്ന് പറയാൻ പറ്റും അടുത്തത് ഇല്ല. അതുകൊണ്ടാണ് കന്യകയെന്ന് തന്നെ ജനിച്ചുകൂടെന്ന് പറയുകയാണ്. ഔസപിതാവ് എന്നുവെച്ചാൽ എന്തുകൊണ്ടാണ് അതിൽ റോമൻസ് ഉണ്ടായത്, ഔസപിതാവ് നല്ല വിശ്വാസത്തോടെ സ്വീകരിച്ചു. അപ്പോൾ എന്താ സ്വീകരിക്കാൻ കാരണം എന്നുവെച്ചാൽ റോമൻസും അതൊക്കെ പ്രത്യേകതയുള്ള കാര്യമാണ്. സംഭവം നടന്നാലും എന്ത് നടന്നാലും ഒരു പ്രത്യേക, പണ്ട് ഈജിപ്ഷ്യൻ അടിമത്തത്തിൽ കിടക്കണ പോലെയല്ല. അപ്പോൾ യേശു വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ കടിഞ്ഞൂലായതുകൊണ്ടാണ് അതിലോട്ട് കന്യകനെ ആരാധിക്കണം എന്നല്ല പറയണത്. കന്യക ഞങ്ങൾ വീട്ടിൽ സാക്രിഫൈസ് ചെയ്തിട്ടില്ല, കന്യക കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് മുറവിളി കൂട്ടും. അപ്പോൾ അതല്ല, ഇത് യേശു എന്താ ചെയ്യണേ, 3.5 വർഷം പബ്ലിക് ലൈഫ് ചെയ്തിട്ട് അതിലും നല്ല കാര്യങ്ങൾ പറഞ്ഞ ലവൊക്കെ ചെയ്യും. പക്ഷെ ഗുഡ്ക കഴിച്ച് ബീഡി വലിച്ച് സിഗരറ്റ് വലിച്ച് നടക്കണല്ലേ. അട്ടഹാസമില്ല, കുറ്റം പറച്ച് നടക്കലില്ല. വളരെ വ്യത്യാസമുണ്ട്. അതിലൊരു ഹ്യൂമിലിറ്റി, എത്ര ഹൈറ്റ് ഉണ്ടെങ്കിലും അവരുടെ ഇതൊരു പ്രത്യേകത ശൈലിയാണെങ്കിലും അപ്പോൾ മൂത്തവനാണ്, അതിൻ്റെ അഹങ്കാരമില്ല. പിന്നെന്താ പറയുക, പിന്നെ ഒരു നാക്കുണ്ട്. അല്ല തോൽവി എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ തോൽവിന്ന് കുറച്ച് ക്രിട്ടിസൈസ് ചെയ്യണം. ഒരു തോൽവിന്ന് തോറ്റു എന്ന് പറഞ്ഞിട്ട് കുറേ തെറ്റിദ്ധരിപ്പിച്ച് കുറേ പേരെ വിഡ്ഢികളെ, ജീവനില്ലാത്തത് ആരാധിക്കണവരെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. അന്നേ തൊട്ട് 1st സെഞ്ച്വറി തൊട്ടാണെങ്കിലും 19th സെഞ്ച്വറി വരെയാണെങ്കിലും കുരുട്ട് ബുദ്ധികളായിരുന്നു കുട്ടി വാങ്ങിപ്പിക്കേണ്ടത്. അത് നിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം. തോൽവിയല്ല, അത് യേശുവ തന്നെ ജീവനുള്ള ദൈവത്തിൻ്റെ സമാണ്. അപ്പോൾ അതിനു വേണ്ടി ലവ് മെസ്സേജ് കൊടുത്ത് 3.5 വർഷം പെട്ടെന്ന് തീർന്നു. നിങ്ങൾ 3.5 വർഷം കുറേ വർഷം ഉണ്ടല്ലോ ചോദിക്കണം. അല്ല, ഞാൻ 30 വയസ്സ് ബാപ്റ്റിസം ചെയ്തിട്ട് 31 വയസ്സായിട്ട് ആ പബ്ലിഷ് ചെയ്ത സ്റ്റോറിയൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട്
ഞാൻ അതിൽ പിന്നെ പാട്ടൊക്കെ ഡെലിറ്റ് ചെയ്ത് ഓഗസ്റ്റ് മാസത്തിലാണ് 2019. അതിൽ ഞാൻ പറഞ്ഞത് എന്താ 3 സെൻറ്റൻസ് പറഞ്ഞതിൻ്റെ കൂടെ എല്ലാ വലിയ കൂടെ 3 സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ സുനാമി ഡസൻ ഹാവ് ടു എരന്നൂട്ടിയാണ് ജപ്പാനീസ് ഹിന്ദിയോട് വരണല്ലേ. സുനാമി ഡസൻ ഹാവ് ടു കം ഫ്രോം എ ഷോർ. It doesn't have the necessity to come from ashore. It can come from within inside. അതൊരു സെൻറ്റൻസ്. ഇനി സെക്കൻഡ് സെൻറ്റൻസ് ഇൻ എ റീസെൻറ്റ് സിറ്റുവേഷൻ 2017-2018 എഴുതിയതാണ് 5 സൈറ്റിൽ. ഇൻ എ റീസെൻറ്റ് സിറ്റുവേഷൻ millions of people will die all together. പിന്നെ എന്താ പറഞ്ഞ വിത്ത് മൈ ഡെത്ത്. ഞാനൊരു സാർക്കാസ്റ്റിക് വേ എന്താ പറയുക, ഒരു ഐറണിക്കൽ വേയിൽ പറയണം. എന്ന് വെച്ചാൽ വിത്ത് മൈ ഡെത്ത് എവരി വൺ വിൽ ബി ഡൂംഡ്, അല്ലെങ്കിൽ എവരി വൺ വിൽ ഡൈ എന്നുള്ള രീതി. തേർഡ് സെൻറ്റൻസ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കൊറോണ വന്ന പോലെ 31 പെട്ടെന്നായി ഓഗസ്റ്റ്. അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം 32 കൊറോണ വന്നു. 2021 അടുത്ത 33. എനിക്ക് ജൂലൈ 28 വന്ന ഓഗസ്റ്റ് 2 കഴിയണ പോലെ. അത് കഴിഞ്ഞ് അപ്പം തന്നെ 33 വയസ്സായി 2021. 33 കഴിഞ്ഞ് 33 വയസ്സാണ് പെട്ടെന്ന് തീർന്നു. അപ്പോഴേക്കും കശാപ്പ് ചെയ്ത് യേശുവിനെ. 34 വയസ്സാണ് ഞാൻ മലയാളം പറയണം. അതിങ്ങനെ ഒരു രീതി എങ്ങനെ പറയണേ നോക്കുക. അങ്ങനെ പറയണ രീതിയല്ല പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കും എങ്ങനെയാണെന്ന്. അപ്പോൾ ആ പറയണ രീതി വഴങ്ങി പറയുന്നതും സിമ്പിളായിട്ട് പറയണത് വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ എപ്പോൾ പറയണം. അപ്പോൾ യേശു എങ്ങനെയാണ്. അപ്പോൾ പിന്നെ യേശുവിനെ നിന്നെ കശാപ്പ് ചെയ്യാൻ കൊല്ലാൻ പോകാമെന്ന് പറയുമ്പോഴും അവരുടെ അരമായിക്ക് ഭാഷയിൽ പറയുമ്പോഴും യേശു പറയാം നിങ്ങൾക്ക് പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ മൂകനായിട്ട് നിൽക്കണം. എന്താണെന്ന് വെച്ചാൽ തോൽവിയല്ല ജയമായിട്ടാണ്. മൂകനായിട്ട് എനിക്കൊന്നും പറയാനില്ല അങ്ങനെയല്ല പറയണേ. അതിൽ അഹങ്കാരം ഇല്ല, കുറ്റം പറച്ചിലില്ല. അതുകൊണ്ട് ആ രീതിയിലാണ് വന്നേക്കണേ. അവരോട് ഒന്നും പറഞ്ഞിട്ടില്ലേ. അതുവരെ അരമണിക്കൂർ വരെ ചോദിക്കേണ്ട അവർക്ക് ഞാൻ പറയാനുണ്ടോന്നും ഒന്നും പറയണല്ലേ. അരമണിക്കൂർ ചോദിച്ചിട്ടോ ഒന്നും പറയണല്ലേ. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് എന്നുവെച്ചാൽ യഹൂദിയർ യേശുവിനെ ഫേമസ് ആക്കാനും കൊല്ലാനും സാക്രിഫൈസ് ചെയ്യാൻ മുതൽക്കൂട്ടാണ്. അപ്പോൾ മുതൽക്കൂട്ടാക്കിയവർക്ക് വാസസ്ഥലം ഒരുക്കി കാലകാലയോളം 19th സെഞ്ച്വറി വരെ പല സ്ഥലത്തും കൂട്ടത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നത് അവർക്ക് മുതൽക്കൂട്ടാണ്. യഹൂദിയർക്ക് യഹോവയ്ക്ക് മുതൽക്കൂട്ടാണ്, യേശുവയ്ക്ക് മുതൽക്കൂട്ടാണ്. പക്ഷേ ബുദ്ധിയില്ലാത്ത റോമൻ കാത്തലിക് ഹിറ്റ്ലർ എന്താ ചെയ്തത്, ജൂവിഷിനെ എല്ലാം ജർമ്മനിയിലും എല്ലായിടത്തും കൊന്നു. അവർ വന്നവരെ ഗ്യാസ് ചേമ്പറിലിട്ട് ശ്വാസം മുട്ടിപ്പിച്ച് കൊന്നു. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കാൻ പഠിക്കാം. അപ്പോൾ അങ്ങനെ ശ്വാസം മുട്ടി ചാവുന്നത് എത്രയോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണത്. ശ്വാസം മുട്ടി കൊല്ലുന്നത് കുറേ നേരം ശ്വാസം ഇല്ലാണ്ട് ഇങ്ങനെ ഞെരങ്ങി ചാവേണ്ടി വരും. എന്നിട്ട് എല്ലാത്തിനും ബോഡി ഡ്രസ്സില്ലാണ്ട് കുമിഞ്ഞ് കൂടി ട്രക്കിൽ കയറ്റി കൊണ്ടുപോവാണ്. അതൊക്കെ ഫോട്ടോ എടുത്ത് വയ്ക്കുക, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. എത്ര ക്രൂരം. എന്നിട്ട് ആ വിഡ്ഢി ആത്മഹത്യ ചെയ്തു, സ്വയം ഇല്ലാണ്ടായി. അത് റോമൻ കാത്തലിക്കാണ്. അപ്പോൾ ഞാൻ എല്ലാം പറയാം. അപ്പോൾ അതിന് ജർമ്മനിയുള്ളവർ ഞാൻ കുറ്റം പറയുന്നതല്ല. അപ്പോൾ ആ വിഡ്ഢിക്ക് കിട്ടേണ്ടത് കിട്ടി. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം, ലാസ്റ്റ് വരെ പറയാം. അപ്പോൾ ഇനി ഉണ്ടാവേണ്ടത്, അപ്പോൾ യേശുവ പറയാം അന്നും മിണ്ടാണ്ടിരിക്കുക. ഒരു ദിവസം ഫുൾ അടി ഏൽപ്പിച്ചു റോമൻസിനെ കൊണ്ട് അടിയേൽപ്പിച്ച്. അപ്പോഴും മിണ്ടല്ലേ, കൊല്ലല്ലേ അങ്ങനത്തെ ഒരു വേർഡും പറയണല്ലേ. അടി കിട്ടാൻ ചെയ്തു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് ഇപ്പം മരിച്ചു കഴിഞ്ഞിട്ട് കൈവിരിച്ച് മരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉയർത്തെഴുന്നേൽക്കണ ഒരു സംഭവം ഉണ്ടാവും, നന്നായിട്ട് അറിയാം. അതിന് ഉയർത്തെഴുന്നപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ ശിഷ്യന്മാർ വരെ അവരുടെ അരമായിക്ക് ഭാഷയിൽ ഭൂതം എന്നാണ് പറയണേ. ശിഷ്യന്മാർക്ക് വരെ പേടിയായി. എന്നുവെച്ചാൽ അവർ കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴും തള്ളിയെ പറഞ്ഞായിരുന്നു, എനിക്കറിയില്ല, ഇയാളറിയില്ല എന്ന്. എന്നുവെച്ചാൽ വെറുതേക്ക് പുറത്തിറങ്ങുന്നതല്ല. എത്ര പണക്കാരനായിട്ടും ഈ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി ഹ്യൂമിലിറ്റി അത്രയ്ക്കും കനിഞ്ഞിറങ്ങിയിരിക്കുന്നതാണ്. ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് കനിവ് ആ രീതിയിൽ ഇറങ്ങിയിരിക്കുകയാണ് ജീവനുള്ള ദൈവത്തിന് സമം. അപ്പോൾ എല്ലാ സംഭാഷണം പറഞ്ഞ് നല്ല സംഭാഷണം പറഞ്ഞ് ലൗകം ചെയ്യുന്നതിന് കുറ്റം പറച്ചിലില്ല, കുരുട്ട് ബുദ്ധിയല്ല, അങ്ങനത്തെ വാക്കുകൾ പറയില്ല. അപ്പം നിങ്ങൾ ഹിന്ദുക്കളും ജീവനിലത്ത് ആരാധിക്കണവരെന്താ പറയുക, അങ്ങനെയാവും. നിങ്ങൾ ബുദ്ധി തോൽവിന്ന് ജയ എന്ന് പറഞ്ഞ ജയം തന്നെയാണ്. അതിൽ തോൽവിന്ന് വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അവർ തായിട്ട് തുന്നിയിറങ്ങിയതാണ്. അല്ലാണ്ട് അങ്ങനെ ഒരു തുന്നിയിറങ്ങണവരില്ല, സാക്രിഫൈസ് ചെയ്യണവർ. അപ്പം അങ്ങനെ
പിന്നെ ഗ്ലീഷോനെ വരെ നിങ്ങൾ യേശുവാന്ന് പറയുന്നുണ്ട്, ഡാഡിയും മമ്മിയാലും ആരായാലും. അവർക്ക് എന്തറിയാം, ജീവനില്ലാത്തത് ആരാധിച്ചിട്ട് ഓരോ പീസായിട്ട് ചാവുന്നതാണ് ആരാണെങ്കിലും. ഒരു വിശുദ്ധന്മാരും ഉണ്ടാക്കി വെച്ചാണ് വിശുദ്ധന്മാരല്ല. അവരുടെ ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ അതൊക്കെ പറയാം. ജീവനില്ലാത്ത റോമൻ കാത്തലിക്സ്, ഏത് കാത്തലിക്കാണെങ്കിലും ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് തെറ്റാണ്. അതിലൊരു അവസാനം വരണം. അതുപോലെ റിപ്പീറ്റഡ് സാക്രിഫൈസ്, അതൊക്കെ ചെയ്തിട്ട് പീസായി ചത്തിട്ട്, വിവരമില്ലാണ്ട് ബുദ്ധി ഇല്ലാണ്ട് ചത്തിട്ട് ഒരു കാര്യമില്ല. ഒരു ഫേക്ക് പീസ് നോബൽ പ്രൈസ് മേടിക്കാനോ അതിനു വേണ്ടിയല്ല വരണേ. റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്യുന്നതും അത് നിങ്ങൾ പറയും മാതൃകയായിട്ട് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് റിപ്പീറ്റഡ് സാക്രിഫൈസ് തന്നെയാണ്. അപ്പോൾ അതിന് സെക്കൻഡ് കമ്മിങ് കഴിഞ്ഞാൽ അത് നിങ്ങളെ പേടി നിർത്താൻ പറ്റി ട്രഡീഷൻ കൊണ്ടുപോകാനാവുമെങ്കിൽ അതിന് ജഡ്ജ്മെൻറ്റ് വന്നിരിക്കും. നിങ്ങൾ ശരിക്കുമായി ജഡ്ജ്മെൻറ്റിൽ അതിന് നല്ലൊരു ജന്മം വരും, പോൺ അഗെയിൻ സെക്കൻഡ് അത് വരുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അതിൽ ജഡ്ജ്മെൻറ്റ് വന്നിരിക്കും. ശുദ്ധീകരണ സ്ഥലമൊന്നുമില്ല, കിട്ടേണ്ട സമയത്ത് പിന്നെ വരും. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, ഞാനിത് ഞാൻ പറയണ രീതിയും ഡിസേൺ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഡിസേണിനുള്ള മീനിങ് തന്നെ ആ രീതി തന്നെ പറയണം. എന്താ ഡിസേൺ എന്ന് പറഞ്ഞാൽ എന്താ? നോക്കി കാണുക, ഡിറ്റക്റ്റ്, ഡിസ്റ്റിങ്ക്വിഷ്. അപ്പോൾ സ്പിരിറ്റ്സ് പറഞ്ഞാൽ അതിൽ നോക്കി കാണുക, ഇത് മനസ്സിലാക്കാനുള്ള കാര്യമാണോ എന്നുള്ള രീതിയിലേക്കാണ് വരണേ. അപ്പോൾ ആ രീതിക്ക് തന്നെ വരണം. അത് ഇപ്പം ഞാൻ പറയുന്നത് പോലും അത് പ്രയറാണ്. അതിനെ ഡിസേൺ ആൻഡ് ഡിസ്റ്റിങ്ക്വിഷ് സ്പിരിറ്റ്സ് വെദർ ഫെയർ ഓർ ഫൂളിഷ് എന്ന് പറയണ ആ രീതിയിൽ തന്നെ പറയണം. പിന്നെന്താ പറയുക, ശോഷിച്ച വാക്ക് പറഞ്ഞിരിക്കണം. ശോഷിച്ച വാക്ക് പറഞ്ഞിരിക്കുമായിരുന്നു കൂട്ടി വാങ്ങും. നിങ്ങളായിട്ട് കളവ് നിങ്ങൾക്കായിരുന്നു കൂട്ടി വാങ്ങണേ. നിങ്ങൾക്കായിരുന്നു ജീവഹാനി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആ കുഴിയിൽ നിന്ന് എടുത്ത് ചാടരുത്, അത് മാറാനാണ് പറയണേ. പക്ഷെ നിങ്ങൾക്ക് മാറാൻ തയ്യാറല്ല. അപ്പം എനിക്ക് ചിരിക്കാൻ വകയില്ലാണ്ട് പിന്നെ എന്താ ചെയ്യാൻ? ഞാൻ എന്താ പറയുക, എല്ലാ സ്ഥലത്തും ബൈബിളിൽ വിസ്ഡം, വിവരം എന്താ പറയണേ? വിവരം എന്താ പറയുക? ഞാൻ നിങ്ങളോട് എത്ര പറഞ്ഞു നട്ടും നിങ്ങൾ മാറാത്തത് കൊണ്ട് നിങ്ങളുടെ പതനത്തിലെ ജീവഹാനിയിൽ ഞാൻ ചിരിക്കുക തന്നെ ചെയ്യും എന്ന് പറയണം. അപ്പോൾ പക്ഷെ വിവരം എന്താ പറയണേ? കുഴിയിൽ ചാടുന്നല്ല പറയണേ. കുഴി ചാടരുതെന്ന് പറയണേ. അല്ലേ? ഗുഡ്ക കഴിച്ച് കുഴി ചാടിക്കോ, ജീവനില്ലാത്തത് ആരാധിച്ചോ, നശ്വരമായ സ്ത്രീ, നശ്വര ഹ്യൂമൻസിൻ, നശ്വര മൃഗങ്ങളെ ആരാധിക്കരുതെന്ന് പറയണേ. അപ്പോൾ ഡിസേണും ഡിസ്റ്റിങ്ക്വിഷ് സ്പിരിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ യഹൂദിയർ അവിടെ കൃത്യം അപ്പോൾ യേശു എത്ര പണക്കാരനായിട്ടും ആ ഹ്യൂമിലിറ്റി രീതിയിൽ വന്ന് സ്വയം സെൽഫ് സാക്രിഫൈസാണ്, സ്വയം അത് ജയം തന്നെ പറയണം. അതിനു വേണ്ടി തന്നെ, അല്ലാണ്ട് കന്യകയും വിശുദ്ധന്മാരല്ല. അപ്പോൾ പറഞ്ഞപ്പോൾ കണ്ടിന്യൂറ്റി വന്നില്ലേ? കന്യകയും വിശുദ്ധന്മാരല്ല സാക്രിഫൈസ് ചെയ്തേക്കണേ. അവർ അറിവില്ലായ്മയിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടെങ്കിൽ അത് തെറ്റാണ്. അവരോട് ചെയ്യാത്ത പ്രതിമ ആരാധിക്കാൻ പാടില്ല. അത് നിൽക്കേണ്ട സമയം വരുമ്പോൾ നിൽക്കുക തന്നെ വേണം. അതാണ് സെക്കൻഡ് കമ്മിങ് ജഡ്ജ്മെൻറ്റ് കിങ് ആയിട്ട് വരും. അതുകൊണ്ട് കിരീടം ധരിച്ച് വരണം. കിരീടം ധരിച്ച് വരാൻ ഭാരമില്ല കിരീടത്തിന്. എല്ലാ ദിവസവും കിരീടം ധരിച്ചിരിക്കാൻ പറ്റുമോ? സിമ്പിൾ ഡ്രസ്സായിരിക്കും. എന്നിട്ട് മെറ്റീരിയലിസ്റ്റിക് കിങ് ആയിട്ടല്ല വരണം. അതൊക്കെ പറഞ്ഞ രീതിക്ക് പറഞ്ഞുണ്ട്. അപ്പോൾ ഹിറ്റ്ലറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? ജർമ്മനി റോമൻ കാത്തലിക്സ് ചെയ്യുന്നത് ക്രൂരതയാണ്. അവർ തന്നെ ആയിരുന്നു ഊട്ടി വാങ്ങി. അപ്പോൾ ജൂബിഷ് ഒരു മുതൽക്കൂട്ടാണ്, യഹോവയ്ക്ക് മുതൽക്കൂട്ടാണ്. വാസ്തവം ഒരുക്കി പല സ്ഥലത്തും അവർ ഒരുമിച്ച് കൂടി സന്തോഷമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ജീവിക്കുകയാണത് എന്താണെന്ന് വെച്ചാലും. അപ്പോൾ അവിടെ പറഞ്ഞു നിർത്തേ. അപ്പോൾ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂറ്റി വന്നു. അപ്പോൾ എന്തായാലും അത് ജയം തന്നെയാണ്. സാക്രിഫൈസ് തോൽവി എന്ന് ഉപയോഗിക്കേണ്ട കാര്യമില്ല. പല രീതിയിലും ക്രിട്ടിസൈസേഴ്സ് തോൽവി എന്നുള്ള പദം അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ജയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ദുഃഖ വെള്ളിയാഴ്ച എന്നൊക്കെ പറഞ്ഞ് അതിനെ മാറ്റി തിരിച്ച് വേറെ രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അവിടെയും നിങ്ങൾ ഇനി സെക്കൻഡ് കമ്മിങ്ങിൽ ആയിരുന്നു കൂട്ടി വാങ്ങാൻ കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ വെറുതേക്ക് പറയില്ല. പിന്നെ
വയനാടൊക്കെ ഉണ്ടായതും അതുപോലത്തെ തന്നെയാണ്. അറിവില്ലായ്മ ഞാൻ പറഞ്ഞു, അറിവില്ലായ്മ ജയിക്കില്ല, തോൽക്കേണ്ടവർ തോൽക്കുക തന്നെ ചെയ്യും. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, പീസ്ഫുള്ളായിട്ട് സമാധാനത്തോടെ തന്നെ പറയണേ. ദേഷ്യം വരണവരും കുടിച്ച് നടക്കണവരെന്താ പറയുക, ഡ്രഗ് അടിച്ച് ഗുഡ്കം കഴിച്ച് എത്ര വർഷം നടക്കണമായിരുന്നു നിങ്ങൾ ആശ്രയിക്കേണ്ടങ്ങ്. ഒരു മിനിറ്റ് മുമ്പത്തെ കാര്യം, മുമ്പ് ജനിച്ചിട്ടുള്ളത് അറിയാതിരിക്കുക, എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ പറഞ്ഞു. ഞങ്ങൾ തെറ്റിദ്ധാരണയും എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ പറയണം. ആദ്യം തൊട്ട് പറഞ്ഞ പോലെ ഏറ്റവും ആദ്യത്തെയും അവസാനത്തെ മനുഷ്യൻ നിലനിൽക്കുക തന്നെ ചെയ്യും. പിന്നെന്താ പറയുക, അപ്പോൾ യേശുവയുടെ സാക്രിഫൈസിനാണ് പ്രത്യേകത അല്ലേ, സ്വയം സാക്രിഫൈസ്, അല്ലാണ്ട് റിപ്പീറ്റഡ് മാതൃക കാണിക്കണം. അത് സാക്രിഫൈസ് തീർന്നു, അതിന് മാതൃക കാണിക്കണം. പൗലോസിനെ തിരഞ്ഞെടുപ്പിച്ച് പാദ്രികളുടെ ആവശ്യമില്ല നന്നായിട്ട് എഴുതി കാണിച്ചിട്ടുണ്ട്. പാദ്രികളുടെ ആവശ്യമില്ല, നിന്ന് വരച്ച് എന്താണ് അത്, നിന്ന് വരച്ചത് റിപ്പീറ്റഡ് സാക്രിഫൈസ് തന്നെയാണ്. അത് ചെയ്യരുത്. അതിന് 2 റിയാക്ഷൻ വരും. ഞാൻ പറഞ്ഞു, അതിന് 2 റിയാക്ഷൻ വന്നിരിക്കാനേ ചെയ്യും. നിങ്ങൾ വിചാരിക്കുക അത് ശുദ്ധീകരണ സ്ഥലമാണ്, കോണസ്ഥലമാണ്. ശുദ്ധീകരണ സ്ഥലമൊന്നുമില്ല, അത് വരേണ്ട സമയത്ത് വന്നിരിക്കും. അപ്പോൾ അത് ഞാൻ കാണുന്നുണ്ട്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ണിൻ്റെ കുളിർമ കാണാണ്ട് തന്നെ കാണുമെന്നൊക്കെ പറഞ്ഞില്ല. ഞാൻ എന്നെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കണം, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എല്ലാം മനസ്സിലാക്കിയിട്ട് സ്ട്രോങ് നടക്കണവരുടെ കയ്യിൽ ഞങ്ങൾ വിഡ്ഢിത്തല ഇടരുത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ മക്കൾക്ക് വരെ നിങ്ങൾ വിഡ്ഢിത്തം പറഞ്ഞു കൊടുക്കരുത്. നിങ്ങളാണ് വിഡ്ഢിത്തം കാണിച്ച് മരുന്നൂട്ടി വാങ്ങുന്നത്. ഞാൻ എന്തുണ്ടെങ്കിലും പ്ലസൻ്റായിട്ട് നിങ്ങളോട് എനിക്കൊന്നുമില്ല. ദേഷ്യം തോന്നാത്തത്, വൈരാഗ്യം തോന്നാത്തത് എൻ്റെ ഗുണം. എനിക്ക് വൈരാഗ്യമില്ല, ദേഷ്യമില്ല. എനിക്ക് പിന്നെ എന്തില്ലാത്തത്, അരോചകം എന്ന് പറഞ്ഞു, ജീവനില്ലാത്തതിനെ ആരാധിച്ച് ജപമാല ജൽപ്പനം ചൊല്ലുന്നത്. പിന്നെ എന്താ എനിക്ക് ഇല്ലാത്തത്, എനിക്ക് ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ ആരാധിക്കുന്നില്ല. ജീവനില്ലാത്ത മെറ്റീരിയലിസ്റ്റിക്ക് കുടിച്ച് നടക്കണം, ഡ്രഗ് അടിച്ച് കൊണ്ട് പറഞ്ഞ് നടക്കുക, കുറ്റം പറഞ്ഞ് നടക്കണ സ്വഭാവമില്ല, നോണ പറയണ സ്വഭാവമില്ല, കുറ്റം പറയണ സ്വഭാവമില്ല. അതൊക്കെ എൻ്റെ ഗുണം. അത് ഞാൻ പറഞ്ഞിരിക്കുക. പൊക്കി പറയേണ്ടതാണോ, പൊക്കി പറഞ്ഞവർ തമ്മിൽ കുറ്റം പറഞ്ഞ് കുറ്റം കഴിച്ച് നടക്കുന്ന വെടി, തമ്മിൽ പൊക്കി പറഞ്ഞ് ഇല്ലാണ്ടായി, തമ്മിൽ കുഴിയിൽ ചാടിച്ച്, അങ്ങനെയല്ല അത്. അത് കഴിഞ്ഞ് അപ്പോൾ എന്തായാലും ഈ റിപ്പീറ്റഡ് സാക്രിഫൈസും, അത് റിപ്പീറ്റഡ് സാക്രിഫൈസ് തന്നെയാണ്. അത് 2 റിയാക്ഷൻ വരും. അതുപോലെ ഐഡൽ വർഷിപ്പ്, മൾട്ടിപ്പിൾ ഹ്യൂമൻ ഐഡൽ വർഷിപ്പ് നിൽക്കേണ്ട സമയം വരും. അത് വന്നിരിക്കും. വന്നില്ലെങ്കിൽ പകുതി കേട്ടു, പകുതിയാന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. 5 ജഡ്ജ്മെൻറ്റ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്ര പറഞ്ഞു. അപ്പോൾ യേശുയുടെ സാക്രിഫൈസിനാണ് പ്രത്യേകത. ഒരു മധ്യസ്ഥനുള്ളൂ, ഒരു മഹാപുരോഹിതനുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് മാറേണ്ടത് തന്നെ വേണം. അപ്പോൾ അത് വിചാരിക്കണ്ടേ എവിടെ മാറണു, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇനി മാറിയാൽ നിങ്ങൾക്ക് കൊള്ളാം, മാറിയില്ലെങ്കിലും നിങ്ങൾക്ക് കൊള്ളാം. അപ്പോൾ ഞാനതിൽ പീസ്ഫുൾ സമാധാനമായിട്ട് പറഞ്ഞു. ഞാൻ 2 റിയാക്ഷനെ കുറിച്ച് പ്രത്യേകിച്ച് ഊന്നൽ കൊടുക്കണം. അതിന് നിങ്ങൾ ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞ് ഇറക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല. ശുദ്ധീകരണ സ്ഥലം എന്താണ്, പ്രത്യേക റൂമാണോ? അപ്പോൾ അത് മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഉള്ളടക്കത്തായിട്ട് പറഞ്ഞു തീർന്നു. ഞാൻ പിന്നെ ഒരു കാര്യം പറയാം. 2 റിയാക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. 2 റിയാക്ഷൻ വിചാരിക്കും അത് ശുദ്ധീകരണ സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞു വിചാരിക്കും. അല്ല, ഇറ്റേണൽ ഡെത്ത് ഉണ്ടെങ്കിൽ അത് ഉണ്ടാവുക തന്നെ ചെയ്യും. അതായിരുന്നു തൊട്ടി വാങ്ങാം, അല്ലെങ്കിൽ അതന്നെ പറയണേ. അതിന് നിങ്ങളെന്തിനും വേറെ രീതിയിൽ കാണണേ, അല്ലെങ്കിൽ നിത്യജീവൻ കരസ്ഥമാക്കാം. എന്തുകൊണ്ട് നിത്യജീവൻ കരസ്ഥമാക്കാമെന്ന് കൂടി പറയില്ലേ. നിത്യജീവൻ ആയിരുന്നു കുട്ടി വാങ്ങാം. നിത്യജീവത്തിന് കിരീടം എല്ലാത്തിനും കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതിന് ശുദ്ധീകരണ സ്ഥലം എന്നല്ല പറയണ്ടേ. ഈ ഇംഗ്ലീഷോ ഹിന്ദിക്കാരെന്ന് പറയണം, അവരിതൊന്നും പറയില്ല. അവർ വേറെ രീതിയിലാണ് വന്നേക്കണേ കാര്യമില്ല. അപ്പോൾ വ്യത്യാസം. അപ്പോൾ യേശുവിനെ പല രീതിയിലും അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇത്ര പണക്കാരനായിട്ടപ്പോൾ അവർ വിചാരിച്ചു ലവ് കൊടുക്കണ്ടേ, അവർ വിചാരിക്കും ഗ്ലുട്ടനാണെന്ന്, തീറ്റ കൊതിയനാണെന്ന്. അല്ല. ഡ്രങ്കാർഡാണെന്ന്, ഡ്രങ്കാർഡ് എന്താ പറയുക, കള്ളുടിയനാണെന്ന്. അല്ല, അതല്ല. ഗണാബ്യാണെന്ന്, കള്ളനാണെന്ന്. അല്ല. ഗബ്രയാന്ന് എന്ന് പറഞ്ഞാൽ മെയിൽ ചെയ്യുന്നത്. അതല്ല. ലവ് കൊടുക്കുക, അത് പ്യുവർ ലവിൽ ഒരു കുഴപ്പമില്ല. എല്ലാം ജീവനുള്ള വചനങ്ങൾ പറഞ്ഞുള്ളതിൽ. പിന്നെന്താ പറഞ്ഞേ, മെയിൽ
നഫ്ഷയാണ്. നഫ്ഷ എന്ന് പറഞ്ഞാൽ മെൻ്റൽ. ഞാൻ മെൻ്റൽ എന്ന വാക്ക് ഇപ്പം പോയിക്കില്ല. ഞാൻ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ വാക്കുകൾ പോയിക്കാണുള്ളൂ. ലിബി ലിബ ലിബ എന്ന് പറഞ്ഞ മൈൻഡ്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കുള്ള അവർക്ക് തന്നെ യഹൂദിയർ അങ്ങനെ പറഞ്ഞ് സാക്രിഫൈസ് ചെയ്ത് യഹൂദിയർക്ക് തന്നെ മുതൽക്കൂട്ട് കിട്ടിക്കണം, അല്ലെങ്കിൽ യഹോവയ്ക്കാണ് മുതൽക്കൂട്ട് കിട്ടിക്കണം, അല്ലെങ്കിൽ പിന്നെ എന്താ ആർക്ക് മുതൽക്കൂട്ട് കിട്ടിക്കണം? യേശുവയ്ക്ക് തന്നെ മുതൽക്കൂട്ട് കിട്ടിക്കണം. അതിൻ്റെ തോൽവി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ജയം തന്നെയാണ്. അപ്പോൾ ഞാൻ കണ്ട 6 മിനിറ്റ് ആയിട്ടുള്ളൂ. അത് കൂട്ടിച്ചേർക്കുമ്പോൾ കുറച്ച് 28 മിനിറ്റോ. അപ്പോൾ എല്ലാ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അപ്പോൾ അത് പറഞ്ഞല്ലേ, ഞാൻ എന്തായാലും പറയാം. ക്ഷമിച്ച് എത്ര സ്നേഹിച്ച് ക്ഷണിക്കണം. അപ്പോൾ അത് വേറെ രീതിയിൽ മുഖഭാവം വരണ പോലെയല്ല, വിടർന്ന മുഖം വരുന്നത്. അതൊക്കെ ഒരു സംസാരിക്കുമ്പോൾ അറിയാം. സംസാരിക്കേണ്ട രീതിയിൽ എവിടെ ചെന്നാലും, ഇപ്പോൾ 3 സ്ഥലത്ത് സംസാരിക്കണ രീതി പറഞ്ഞു, അത് എവിടെയായാലും അത് സമയം വരുമ്പോൾ സംസാരിക്കും. ചിലപ്പോൾ അവർക്ക് ക്രിസ്മസിൻ്റെ സമയത്തോ, ക്രിസ്മസ് വിഡ്ഢി സൂര്യഭഗവാന്റെ സമയത്ത് ആഘോഷിക്കുന്നത്, അപ്പോൾ പറയണ വേണ്ട പറഞ്ഞ് കേൾവി കുറവുണ്ടോയെന്ന് അറിയില്ല അവർക്ക്, പറഞ്ഞാൽ മാത്രം അറിയുള്ളൂ. ഒരു സമയം വരുമ്പോൾ പറഞ്ഞ കാര്യം ഡയറക്റ്റ്ലി വീണ്ടും പറയേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ പറയേണ്ട രീതിയിൽ പറയും. എന്നാലും അവർക്ക് മെറ്റീരിയലിസ്റ്റിക് കിങ് ആയിട്ടുള്ള രീതിയും വരില്ല. മെഷേനെ ആത്മാവിൽ തന്നെ ആരാധിക്കണം. റിപ്പീറ്റഡ് സാക്രിഫൈസും ഇതും നിൽക്കണം. ഐഡൽ വർഷിപ്പും നിൽക്കണം, ഹ്യൂമൺ ഐഡൽ വർഷിപ്പ്. അതുകൊണ്ട് വെറുതേക്ക് പറയുന്നതല്ല. അത് 2 റിയാക്ഷൻ വരുമെന്ന് പറയുന്നത് ഞാൻ വളരെ അർത്ഥവത്തായിട്ടാണ് പറയണത്, കറക്റ്റായിട്ട്. പിന്നെന്താ ഞാനൊന്നും വെറുതേക്ക് പറയില്ല. ഇപ്പോൾ ട്രംപ്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പൊളിറ്റിക്കലായിട്ട് ഞാൻ അങ്ങനെ ചേർക്കുന്നില്ല, എന്നാലൊരു യഹോവയുടെ ഒരു ഒരു പറയണ്ടേ. ട്രംപ് ഇപ്പോൾ കളിയാക്കി പറയുന്നതാണെങ്കിലും തമാശയ്ക്ക് പറയുന്നതാണെങ്കിലും ഉല്ലുമായിട്ട് പറയുന്നതാണെങ്കിലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ട് ജയിച്ചു എന്ന് വരുത്തി വെച്ച് ഗാസയിലേക്കുള്ള ആക്രമണം നിർത്തിവെച്ച്, എന്ത് ഫേക്ക് സിറ്റുവേഷനാണോ, ഫേക്ക് നാടകമാണോ, എന്തായിച്ചോട്ടെ, അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ പറയാം, ട്രംപ് ഇപ്പോൾ പറയും, ഞാൻ ഇനി എപ്പോഴും വാൺ ചെയ്യുക ഇസ്രായേലിന് എപ്പോഴും സപ്പോർട്ട് കിട്ടണമെന്നില്ല എന്ന് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പറയാൻ പറ്റില്ല. നെത്താൻഹ്യൂ ബെന്യാമിൻ ചിലപ്പോൾ ഒരു വലിയ ബോംബ് കൊണ്ട് 1 വേൾഡ് ട്രേഡ് 2 സെക്കൻഡ് വേൾഡ് ട്രേഡ് 2 വേൾഡ് ട്രേഡ് സെൻറ്റർ കൊണ്ട് ട്വിൻ ടവേഴ്സ് കൊണ്ട് മുസ്ലിംസ് ഇല്ലാണ്ടാക്കി. ചിലപ്പോൾ ഇസ്രായേലിൽ ജൂയിഷൻ ആ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇടിച്ച് പൊളിച്ച് ഇല്ലാണ്ടാക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കാം. പിന്നെ ട്രംപ് മൊത്തം ജൂയിഷിനെ കൊല്ലാൻ വരുമ്പോഴും പിന്നെ വിചാരിക്കും ക്രിസ്ത്യാനിറ്റി എന്തിനാ യേശുവിനെ കൊന്നതെന്ന്. അത് മുതൽക്കൂട്ടൊക്കെയാണെന്ന് പറഞ്ഞു യഹോവയ്ക്കും യേശയ്ക്കും. പിന്നെ ട്രംപ് തന്നെ പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹിസ്റ്ററിയിലത്തെ ഹിറ്റ്ലർ തൂങ്ങിച്ചെത്ത പോലെ സ്വയം ട്രംപ് ഇരന്ന് കൂട്ടി ചാവേണ്ട ഇടയാവും. അതൊന്നും ഇല്ലാണ്ടാക്കാൻ നോക്കും. അപ്പോൾ റോമൻ കാത്തലിക്സിൻ്റെ പോലെ വീണ്ടും വിഡ്ഢികളാവരുത്. 2 റിയാക്ഷൻ എന്തായാലും ഉണ്ടാവും.